ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ടീം സൈലം മൊത്തം. കാരണം ജെഇ അഡ്വാൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് IITiansനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ കുട്ടികളൊക്കെ ഞങ്ങളെ ഇങ്ങനെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷഹലാണ്. ഷഹലെ, എന്താണ് വിശേഷം എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എന്താണ് വിശേഷം? ജെഇ അഡ്വാൻസ് റിസൾട്ട് വന്നു. ഒരു IIT ടോപ്പ് IITസിൽ അഡ്മിഷൻ കിട്ടും. ഓക്കെ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഓക്കെ. ഷഹലിന്റെ ആൾ ഇന്ത്യ റാങ്ക് എത്രയാ? 6156. ഓക്കെ. സ്കോർ വരുന്നത് 137. ഓക്കെ. ജെഇ മെയിൻ എത്രയായിരുന്നു അപ്പോൾ? 99.27. 27. ഓ, ഓക്കെ. ഷഹൽ ആക്ച്വലി നമ്മുടെ സൈലം സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. +2 ബോർഡ് എക്സാമിനൊപ്പം ഇപ്പോൾ 2025 ഷഹൽ +2 ബോർഡ് എക്സാം എഴുതുന്നത് അല്ലേ? ആ +2 ബോർഡ് എക്സാമിനൊപ്പം തന്നെ ജെഇ അഡ്വാൻസ് ക്രാക്ക് ചെയ്ത് IITയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ആളാണ് ഷഹൽ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഷഹൽ? സൈലത്തിന്റെ ഏത് സ്കൂളിലായിരുന്നു ഷഹൽ പഠിച്ചിരുന്നത്? ഗോകുലം കോഴിക്കോടുള്ള ഗോകുല സ്കൂളിൽ തന്നെയായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഗോകുലത്തിലെ ക്ലാസ്സസും അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ എക്സ്പീരിയൻസ് ഷഹൽ ഒന്ന് പറയുമോ? ഞാൻ 10th സ്റ്റേറ്റ് സ്കൂളിലായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോ ഇതൊരു CBSE ബേസ്ഡ് ആണല്ലോ സൈലം സ്കൂൾസ് ഒക്കെ. അപ്പോ തുടക്കത്തിലൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടുണ്ടായി. കാരണം സ്റ്റേറ്റിൽ നമ്മൾ നേരെ CBSEയിലേക്ക് വരുമ്പോൾ ഒന്ന് നമ്മളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് വരുമ്പോൾ തന്നെ സിലബസിലും അതിലെ കണ്ടന്റിലും ഡെപ്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് മാത്രമല്ല സ്റ്റേറ്റിൽ നിന്ന് CBSEയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവും അതിന്റെ കൂടെ അല്ലേ? പിന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും നല്ല ക്ലാസ്സൊക്കെ കിട്ടിയോണ്ട് പിന്നെ ക്ലാസ്സൊക്കെ നല്ല മനസ്സിലായി. നല്ല DPPs ഒക്കെ ഉണ്ടായോണ്ട് നമുക്ക് പിന്നെ എല്ലാവരും ഒപ്പം എത്താൻ വേണ്ടി പറ്റി. ഓക്കെ. ബേസ് മുതലുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരുന്നു അതോ നേരെ ഹയർ ലെവലിലേക്കാണോ പോയിരുന്നത്? ബേസ് മുതൽ പഠിപ്പിച്ച് പിന്നെ ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോൾ അഡ്വാൻസ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ. എനിക്കൊന്ന് അഡ്വാൻസിന്റെ ക്ലാസ്സിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രംഗത്തെ അധികായന്മാരായിട്ടുള്ള കുറെ ആളുകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഫിസിക്സിന് GP സാർ ഉണ്ടായിരുന്നു, മാത്സിന് ഇക്ബാൽ സാർ, കെമിസ്ട്രിക്ക് രജു സാർ ഉണ്ടായിരുന്നു. പിന്നെ അവരൊപ്പം തന്നെ മറ്റു ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്ന്, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് +1 +2വിനൊപ്പം നമ്മൾ ബോർഡ് എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലേക്ക് ഫോക്കസ് ചെയ്യാന്നൊക്കെയാണ് പൊതുവേ നമ്മുടെ ഇടയിലുള്ള ഒരു ധാരണ എന്ന് പറയും. ഇപ്പോഴും കുറേ ആളുകൾ അത് തന്നെ വിശ്വസിച്ച് പോകുന്ന കുറേ ആളുകളുണ്ട്. പക്ഷെ അവരുടെ ഇടയിലേക്കാണ് ഷഹലിനെ പോലെയുള്ള +2 ബോർഡ് എക്സാമിനൊപ്പം ജെഇ അഡ്വാൻസ് ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IITകളിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ഒരാളാണ് ഷഹൽ. ഷഹലിന് എന്താണ് അവരോട് പറയുക? +1 +2വിനൊപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഷഹലിന്? ഇല്ല, പിന്നെ നമ്മൾ എന്തായാലും +1 +2 ഇതേ സിലബസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഒപ്പം കുറച്ചും കൂടി വർക്ക് ചെയ്താൽ ഈ അഡ്വാൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. പക്ഷെ എപ്പോഴും നമ്മൾ വിചാരിക്കുക ഭയങ്കര ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കോച്ചിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും. നമ്മളൊരു പ്രഷർ കുക്കറിലൊക്കെ അടച്ച പോലെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് പഠിപ്പിക്കുകയായിരിക്കും. അങ്ങനെ ഒരു ധാരണ പൊതുവേ പുറത്തുള്ള ആളുകൾക്കുണ്ട് കോച്ചിങ് സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ സൈലത്തിൽ ഉണ്ടായിട്ടുള്ള ഷഹലിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ? ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നോ? അല്ലല്ല, നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ എന്തിനാണ് വന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കി വെച്ച് ഇതിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. നമ്മൾ മറ്റേ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒറ്റ മൈൻഡ് ഉണ്ടാവുള്ളൂ. നമ്മള് എന്തിനാണ് വന്നതെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം. ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നോ? ഇല്ല, പ്രഷർ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, നമുക്ക് വളരെ ഫ്രീ ആയി ഒരു പ്രശ്നവും ഇല്ലാണ്ട് സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഓക്കെ. അതിലിടയ്ക്ക് ഷൈൽ പറഞ്ഞല്ലോ ഡിസ്ട്രാക്റ്റഡ് ആയി പോകരുത് എന്നുള്ളത്. ഇപ്പൊ ഇതിലിടയ്ക്ക് ഇപ്പൊ 2 വർഷമായല്ലോ ഷൈൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ പലപ്പോഴും ഒക്കെ മനുഷ്യരാണല്ലോ, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാലോ, നമ്മൾ ഫോക്കസ്ഡ് അല്ലാതായി പോവുക ചെയ്യാറുണ്ടല്ലോ. ആ സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് തിരിച്ച് നമ്മൾ ട്രാക്കിലേക്ക് വന്നിരുന്നത്? വല്ലാണ്ട് ഡിസ്ട്രാക്ഷൻ ഞാൻ ഒന്ന് കടന്നുറങ്ങും. പിന്നെ ഉറങ്ങി നീച്ച് കഴിഞ്ഞാലും ഒന്ന് ഫ്രഷ് ആവുമല്ലോ, പഠിക്കാൻ തുടങ്ങും. ഓക്കെ. അങ്ങനെ ചെയ്ത് വലിയ കുഴപ്പമില്ലാണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം അല്ലേ? എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ പോസിബിൾ ആണെന്നാണ് ഷൈൽ പറയണേ. ഓക്കെ. നമ്മളിപ്പോ ജെഇ അഡ്വാൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ മെറ്റീരിയൽ നല്ല കിട്ടിയ മെറ്റീരിയൽ ആയിരിക്കണ്ടേ? അതല്ലാണ്ട് നമുക്ക് ഒരു രക്ഷയില്ലല്ലോ. ഇല്ല. ഷൈലിന് കിട്ടിയ സൈലം സ്കൂളിൽ നിന്ന് കിട്ടിയ മെറ്റീരിയൽ ആണെങ്കിലും അതല്ലാണ്ട് എക്സ്ട്രാ ഇതിനു വേണ്ടി കിട്ടിയ പ്രാക്ടീസിന് വേണ്ടി കിട്ടിയ മെറ്റീരിയൽ ആണെങ്കിലും ആ മെറ്റീരിയലുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം പ്രീവിയസ് ഇയർ ബേസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ട് ഔട്ട് ഓഫ് സിലബസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്താണ് ആവശ്യം അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടി സിമ്പിൾ ആണ്. നമുക്ക് ആ പോയിന്റിലേക്ക് എത്തിക്കാനും കോൺസെപ്റ്റ് കുറച്ചുകൂടി മനസ്സിലാവാനും പിന്നെ ആ കോൺസെപ്റ്റ് അതിനോട് സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ
പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കൊരു ജെഇ അഡ്വാൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ആപ്റ്റ് ആയ ഒരു മെറ്റീരിയൽ ആയിരുന്നു ഷാലിന് കിട്ടിയിരുന്നത്. അതെ. ഓക്കെ. ഇതിൽ ഡൗട്ട് ക്ലിയറൻസിന്റെ ഒരു പ്രശ്നം വരില്ലേ ഷാലിൽ? നമ്മളിങ്ങനെ ക്ലാസ്സിൽ പോവുക അല്ലെങ്കിൽ കൺസെപ്റ്റ് പഠിക്കുക, ക്ലാസ് കേൾക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവുന്ന കുറേ ഡൗട്ടുകൾ ഉണ്ടാവില്ലേ? നമുക്കൊരു കൺസെപ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവല്ലോ. ഈ ഡൗട്ടുകൾ എങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്തിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഓൺലൈൻ ക്ലാസ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണല്ലോ ടാബിൽ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് പ്രിഫർ ചെയ്യാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ലീവ് ഉള്ള ഹോസ്റ്റലിലേക്ക് വരും, സ്കൂളിൽ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ. അതിനങ്ങനെ സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും നിങ്ങൾക്ക് രാവിലെ ഏർലി മോർണിംഗ് ഒക്കെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അല്ലെ ലെയ്റ്റ് നൈറ്റ് ഒക്കെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയങ്ങളിലൊക്കെയും ടീച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നു ഡൗട്ട് ക്ലിയറൻസിന്. ഇവർ അറേഞ്ച് ചെയ്ത് ഓരോ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കും. ഓക്കെ. എക്സാമുകൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മോക്ക് എക്സാമുകൾ നമ്മൾ മാക്സിമം എഴുതണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏകദേശം 223ഓളം മോക്ക് എക്സാമുകൾ നിങ്ങൾ എഴുതി എന്നാണ് ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞത്. ശരിയാണോ? ആണോ? ഇത്ര എക്സാമുകൾ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞൊരു വർഷം കൊണ്ട്? ഓ, ഈ 223 മോക്ക് എക്സാമുകൾ എഴുതിയൊരു എക്സ്പീരിയൻസ്, ഐ മീൻ അത് ജെഇ അഡ്വാൻസിന് എത്രത്തോളം സഹായിച്ചിട്ടുണ്ടാവും? തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഒരു മടുപ്പൊക്കെ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ സ്ഥിരം ഡെയിലി റുട്ടീനായി മാറുമ്പോൾ അത് ഒരു പ്രശ്നമില്ലാണ്ട് എക്സാം നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമായി മാറി. പക്ഷെ ആദ്യമൊക്കെ നമ്മൾ എക്സാം എഴുതുമ്പോൾ മാർക്ക് വളരെ കുറവായിരിക്കില്ലേ ഉണ്ടാവുക, അല്ലെ? നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്കോറിലേക്ക് ആദ്യത്തെ പരീക്ഷകളൊന്നും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയി പോകില്ലേ? നമ്മള് കമ്പയർ ചെയ്ത് കണ്ടാണല്ലോ നോക്കുക, ടോട്ടൽ റാങ്ക് ലിസ്റ്റ് ആണല്ലോ നോക്കുക. അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് കുറവാകുമല്ലോ, പിന്നെ ഇങ്ങനെ കൂടി എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടി വരും. ഓക്കെ. അതൊരു പ്രശ്നമായിട്ടില്ല. അപ്പൊ അവസാനത്തൊക്കെ മോക്ക് എക്സാം ആയപ്പോഴേക്കും ആ ഒരു സ്കോർ പ്രതീക്ഷിച്ച ഒരു സ്കോറിലേക്ക് എത്തിയിരുന്നോ? എത്തിയിരുന്നു. ഓക്കെ. അപ്പൊ ആ സ്കോറും ഇപ്പൊ നമുക്ക് ജെഇ അഡ്വാൻസിൽ കിട്ടിയ സ്കോറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം മോക്ക് എക്സാമുകളിൽ കിട്ടിയിരുന്ന ആ ഒരു സ്കോർ തന്നെയാണോ ജെഇ അഡ്വാൻസിലും ഷാലിന് കിട്ടിയിട്ടുള്ളത്? ആണോ? ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷഹൽ സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലേക്ക് ഷഹൽ കിടക്കുകയാണ്. അത് എന്താ പറയുക, ഒരിടത്തും ഡിസ്ട്രാക്റ്റഡായി പോകാതെ, ഡിസ്ട്രാക്റ്റഡായി പോയപ്പോഴെല്ലാം തിരിച്ചു പിടിച്ച് ട്രാക്കിലേക്ക് തിരിച്ചു വന്ന് നല്ല അടിപൊളിയായി പ്രിപ്പയർ ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IITകളിൽ എത്തുക എന്നുള്ള സ്വപ്നം, ആ സ്വപ്നം ഷഹൽ യാഥാർത്ഥ്യമാക്കി. ഇതിന് വീട്ടിൽ നിന്ന് പാരൻസ് നിന്നൊക്കെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഉണ്ടാവല്ലോ, ഇല്ലേ? അത് എത്രത്തോളം ഉണ്ടായിരുന്നു? നമുക്ക് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു അവരെ ഓർക്കാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പാരന്റ്സ് നല്ല സപ്പോർട്ടാണ്. മാർക്ക് പറഞ്ഞാലും അങ്ങനെ ഒന്നും പറയൊന്നുമില്ല, സാരല്ല നമുക്ക് അടുത്തേൽ പിടിക്കാം അങ്ങനെയൊക്കെ പറയും. ഓക്കെ. എല്ലാവരും സപ്പോർട്ടാണ്, ടോട്ടലി ഫാമിലി മൊത്തം സപ്പോർട്ടാണ്. ഓക്കെ. ഈ IIT എന്നുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു തോട്ട് എവിടെ നിന്നാണ് ആക്ച്വലി കിട്ടിയത് ഷഹലിന്? ബ്രദർ ഇപ്പൊ IITയിൽ പഠിക്കണ്ടേ. ഓ, അങ്ങനെ അപ്പൊ 2 IITമാരുടെ ഫാമിലിയാണ് ഇപ്പോ, അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഇനി വരാൻ പോകുന്ന ആളുകളോട് ഷാഹിലിന് എന്താ പറയാണ്ടാവും? കാരണം IIT NIT ഒക്കെ സ്വപ്നം കണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത ബാച്ചുകളിലേക്കൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. അവരോട് ഷാഹിലിന് എന്താ പറയാനുള്ളത്? കിട്ടാൻ ആഗ്രഹിച്ച് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഋതത്തിൽ പോയാൽ മതി, എന്നാൽ തന്നെ കിട്ടും. പക്ഷെ ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാതെ നോക്കുക. അപ്പൊ നമ്മൾ കേട്ടത് ഒരു IITന്റെ വിജയഗാഥയാണ്. ഇനിയും ഒരുപാട് IITമാരെ സൃഷ്ടിക്കാൻ സൈലവും ഞങ്ങളൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവർക്കും സൈലത്തിലേക്ക് സ്വാഗതം. ഭാവിയിലെ IITമാരാവാൻ എല്ലാവരും റെഡിയാവുക. കാണാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. ഷഹലെ, അടിപൊളിയാവട്ടെ. നീ ആഗ്രഹിച്ച ഒരു IITയിൽ നീ ആഗ്രഹിച്ച ഒരു ബ്രാഞ്ചിന് അഡ്മിഷൻ എടുക്കാൻ കഴിയട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.